SFI KSU പ്രകോപനങ്ങൾക്കിടെ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഗവർണറുടെ പരിപാടി വിജയകരമായി പൂർത്തിയായി. ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രകോപനം. പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ സെനറ്റ് ഹാളിലെത്തിയ ഗവർണർ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടി തുടങ്ങിയത്. അതിക്രമങ്ങൾ അനുവദിക്കാനാകില്ലെന്നും അതിനാൽ തന്നെ വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്നും ഗവർണർ പറഞ്ഞു. If you have really some substance, counter that. But not allowing anybody to enter the hall, not allowing the governor also to enter the hall, is this a democracy? Are we really in the age of democracy or Indiraji's democracy? That democracy. We don't have tolerance. Sahishnuta. Do we have or not? We must tolerate. Why this confrontation? When I came to Kerala, I publicly said, it is not my nature to have confrontation every time. Not having confrontation doesn't mean that I will be compromising. There cannot be compromises. What is my thinking, what is my ideas, what are my perspectives, what are my perspectives? These are my perspectives. I don't object to yours. You have your ideology. You have your thinking. So also I have. Why object to my thinking? This intolerance is not the ethos of this soil. It is not the ethos of this culture. We have to come out, talk. We have to discuss. That is what I have been telling everybody. കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണറുടെ പരിപാടിയിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിനുണ്ടായത് വൻ വീഴ്ചയാണ്. SFI KSU പ്രവർത്തകർ സെനറ്റ് ഹാളിൽ പ്രവേശിച്ചത് പോലീസ് ഒത്താശയോടെ. പ്രതിഷേധക്കാരെ തടയുന്നതിലും പോലീസ് പരാജയപ്പെട്ടു. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ഇന്നൊരു സായാഹ്നം ഇരുളും വരെ തലസ്ഥാനത്ത് പ്രതിഷേധവും ഗവർണറുടെ മറുപടിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അതിൻ്റെ ആകെ ചുരുക്കം? കൃഷ്ണരാജ്, ഇന്ന് വൈകിട്ട് 5:00 കൂടിയാണ് തിരുവനന്തപുരത്ത് കേരള സർവകലാശാല ആസ്ഥാനത്ത് സെനറ്റ് ഹാളിൽ ശ്രീപത്മനാഭ സേവാ സമിതി ഒരു പുസ്തക പ്രകാശനം നടത്തിയത്. അത് വെറുമൊരു പുസ്തക പ്രകാശനമല്ല, അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്ന പേരിലാണ് ആ പുസ്തക പ്രകാശനം ഇന്ന് അടിയന്തരാവസ്ഥയുടെ ഈ വാർഷികം നടക്കുന്ന ദിവസം നടത്താൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ പരിപാടിയിലേക്ക് ഗവർണർ എത്താൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് KSU SFI പ്രവർത്തകർ അവിടെ ശക്തമായ പ്രതിഷേധവുമായി എത്തിയത്. ഗവർണറെ തടയുമെന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. ഒപ്പം തന്നെ ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതും ചിത്രത്തിൽ ഗവർണർ പുഷ്പാർച്ചന നടത്തുകയും ഭദ്രദീപം കൊളുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല, അത് നിയമാനുസൃതമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ആ പ്രതിഷേധം. ആ പ്രതിഷേധത്തിന് കുട പിടിച്ചുകൊണ്ട് കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ കൂടി കൂടെ നിന്നു എന്നുള്ളതാണ്. ഇത് നിയമാനുസൃതമായ പരിപാടിയല്ല, അത്തരത്തിലൊരു പരിപാടി ഇവിടെ നടത്താൻ കഴിയില്ല, പരിപാടിയിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്നൊക്കെയാണ് രജിസ്ട്രാർ ഈ പരിപാടിക്ക് തൊട്ടു മുൻപ് പറഞ്ഞത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് എങ്ങും ഇല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു. ആ പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് എത്തുന്നു. അവിടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ പുഷ്പാർച്ചന നടത്തുക മാത്രമല്ല, ഭാരതാംബയുടെ ചിത്രത്തിന് മുൻപിൽ ഭദ്രദീപം കൂടി കൊളുത്തിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്. ഏകദേശം 45 മിനിറ്റോളം നീളുന്ന പ്രസംഗത്തിൽ കൃത്യമായ മറുപടി ഈ പ്രതിഷേധക്കാർക്ക് മാത്രമല്ല ഈ പോലീസിനടക്കമുള്ളവർക്ക് നൽകുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ 50 വർഷങ്ങൾ പുറകിലേക്ക് കേരളം സഞ്ചരിച്ചു എന്നുള്ളൊരു കാഴ്ചയാണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് താനിന്ന് കണ്ടത്. എന്തിനാണ് തന്നെ സർവകലാശാല ആസ്ഥാനത്തേക്ക് തടയുന്നത് SFI അടക്കമുള്ള പ്രവർത്തകർ എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചോദിക്കുകയുണ്ടായി. 50 വർഷത്തെ ഇരുണ്ട കാലം, ഒപ്പം തന്നെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട കാലത്തെ കൃത്യമായി അദ്ദേഹം പറഞ്ഞ ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെ മുൻപിലേക്ക് എത്തിക്കുകയും ചെയ്തു. പുസ്തക പ്രകാശനം നടത്തുന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ പ്രതിഷേധക്കാരെയും പോലീസിനെയും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഒന്ന്, കേരളത്തിലേക്ക് താൻ എത്തിയത് ഒരു രീതിയിൽ
എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലിനോ അല്ല എന്നുള്ള നിലപാട് താൻ വ്യക്തമാക്കിയതാണ്. പിന്നീട് എന്തിനാണ് തന്റെ അടുത്ത് ഇത്തരത്തിൽ ഏറ്റുമുട്ടലിന് ആളുകൾ എത്തുന്നത്? അങ്ങനെ ഏറ്റുമുട്ടാനാണെങ്കിൽ തിരിച്ച് ഏറ്റുമുട്ടുന്നതോടൊപ്പം തന്നെ ഒരു വാഗ്വാദത്തിനോ അല്ലെങ്കിൽ ഒരു വഴങ്ങാനോ താൻ നിന്ന് തരികയില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം കൃത്യമായി മറുപടിയോടുകൂടി പറയുകയും ചെയ്യുകയുണ്ടായി. കൂടാതെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ, വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഭാരതാംബയുടെ ചിത്രങ്ങളുള്ള പരിപാടികൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പിക്കുന്നത് കൂടിയാണ് തൊട്ടു പിന്നാലെ തന്നെ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ ജനം ടിവിയോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ പരിപാടിയിൽ അടിമുടി നടന്നത് പ്രോട്ടോകോൾ ലംഘനമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആദ്യം അവിടെ സംഘടിച്ചത് SFI പ്രവർത്തകരാണ്. പിന്നീട് SFI പ്രവർത്തകർക്കൊപ്പം KSU പ്രവർത്തകരും ഈ പരിപാടി നടക്കുന്ന ഹാളിന് സമീപത്തേക്ക് എത്തുന്നു. ഗവർണർ എത്താൻ നിമിഷങ്ങൾ മാത്രം, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കോൺവോ വ്യൂഹം രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിന് ഉള്ളിലേക്ക് KSU SFI പ്രവർത്തകർ അതിക്രമിച്ച് കയറി ഒരു അക്രമകാരികളായി പോലെ പെരുമാറി എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും പോലീസ് നിഷ്ക്രിയത്വം സ്വീകരിച്ചു, പോലീസ് മൗനം തുടർന്ന സാഹചര്യമുണ്ടായി. ഒരു പരിപാടി നടക്കുമ്പോൾ പ്രതിഷേധക്കാരുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമസമാധാന നടപടികൾ സ്വീകരിക്കാനോ പോലീസ് ആദ്യഘട്ടം മുതൽ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ പ്രോട്ടോകോൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് പോലീസ് ഈ ഒരു അക്രമത്തിന് കൂട്ടുനിന്നു എന്നുള്ള വിമർശനം കൂടി ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുകയാണ്. എന്തായാലും അതിലടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ രാജ്ഭവന്റെ പ്രതികരണങ്ങൾ വരും. എന്തായാലും നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരു രീതിയിലും പിന്നോട്ടില്ല എന്നുള്ള നിലപാട് ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അടിയന്തരാവസ്ഥയുടെ 50 വർഷം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയും ചെയ്തത്. 2-3 ദിവസം മുൻപാണ് ABVP പ്രവർത്തകരെ DYFI SFI ഗുണ്ടകൾ തലസ്ഥാനത്ത് ക്രൂരമായി വളഞ്ഞിട്ടാക്രമിച്ചത്. അന്നും പോലീസ് അവിടെ ഉണ്ടായിരുന്നു. ആ പ്രതികളെ ഇതുവരെയും, അവരുടെ മുഖമറിയാം, ആരെന്നറിയാം, എന്നിട്ടും ഇതുവരെയും അവരെ അറസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും നടപടിയിലേക്ക് പോകാനോ പോലീസ് അതിന് മുതിർന്നിട്ടില്ല. ഇന്നിപ്പോൾ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ SFIക്കാർക്കും KSUക്കാർക്കും ഉള്ളിൽ പ്രവേശിക്കാൻ അവസരമൊരുക്കുന്നു. ഒരു ദൃശ്യം കൂടിയുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത് വാഹനത്തിനുള്ളിൽ കയറ്റിയ പ്രവർത്തകർ പുറത്തിറങ്ങിപ്പോകാൻ പോലീസ് സഹായിക്കുന്നുണ്ട്. അതായത് ഇതെല്ലാം പോലീസ് അറിഞ്ഞിട്ടാണ്, പോലീസ് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നു എന്നതിന് വേറെ തെളിവുകൾ ഇനി വേണ്ട. കൃഷ്ണരാജ, തീർച്ചയായും അത് തന്നെയാണ്. ഗവർണർ എത്താൻ, അതായത് ആദ്യം ഒരു 10-15 SFI പ്രവർത്തകർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 50-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. ഈ പ്രവർത്തകരെ ആ കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറക്കാനോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനോ ആ പരിപാടി നടക്കുന്ന ഹാളിന് സമീപത്ത് നിന്ന് നീക്കാനോ പോലീസിന് നിശ്ചിത സമയം കൊണ്ട് കഴിയുമായിരുന്നു. പക്ഷേ അതിനൊന്നും പോലീസ് ആദ്യഘട്ടങ്ങളിൽ തയ്യാറായില്ല. 5:30 നിശ്ചയിച്ച പരിപാടിയിൽ ഗവർണർ എത്തുന്നത് 6 മണിക്ക് ശേഷമാണ്. ആ 6 മണി കഴിയുമ്പോഴത്തേക്കും ഏകദേശം 50ഓളം വരുന്ന SFI പ്രവർത്തകർ അവിടെ എത്തുന്നു. സമാനമായി തന്നെ KSU പ്രവർത്തകരും അവിടെ എത്തുന്നു. അതിനുശേഷമാണ് ഇവരെ വാഹനത്തിൽ കയറ്റി ഇടാനുള്ള ശ്രമം പോലീസ് നടത്തുന്നത്. വാഹനത്തിൽ കയറ്റുമ്പോഴും പല ഘട്ടങ്ങളിലും പോലീസിനെ അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, പോലീസിനെ തല്ലാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ഗവർണറുടെ വാഹന വ്യൂഹം എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ വാഹനത്തിൽ നിന്ന് ഇവരെ പുറത്തേക്ക് ഇറക്കുന്നത്. അതിന് പിന്നാലെയാണ് ഗവർണർ പുറത്തേക്ക് പരിപാടിയെല്ലാം മംഗളമായി പൂർത്തിയാക്കി അദ്ദേഹത്തിന് പറയാനുള്ള നിലപാട് ആവർത്തിച്ചതിനു ശേഷം രാജ്ഭവനിലേക്ക് തിരികെ മടങ്ങാനായി അദ്ദേഹത്തിന്റെ കോൺവോ കടന്നു പോകുന്ന വഴിയിൽ SFI പ്രവർത്തകർ കിടന്നും ഇന്നും ഒക്കെ പ്രതിഷേധിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ പോലീസ് അവിടെയും എത്തി ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു നാടകം കളിക്കുന്ന രീതിയിലുള്ള പ്രതികരണം പോലീസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസിന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ സംഭവം നടക്കുന്ന പോലീസുകാരുടെ എന്താണ് ഈ പ്രവർത്തകരോട് പറയുന്നത്, അകത്തുള്ളവരെ പുറത്തിറക്കാൻ വരുന്നവരോട് എന്താണ് പറയുന്നത്, അത് നമുക്കൊന്ന് കേൾക്കാം. പരിപാടിയിൽ അവര് പോട്ടെ
പ്രേക്ഷകർ അത് കണ്ടിട്ടുണ്ടാകും. ഏതായാലും സ്റ്റാർ വെച്ച ആളാണ് അവർ പൊയ്ക്കോട്ടെ എന്ന് പറയുന്നത്. പോലീസുകാർ ഉള്ളിലേക്ക് തന്നെ അവരെ കയറ്റാൻ ശ്രമിച്ചു. പക്ഷേ മുതിർന്ന ഉദ്യോഗസ്ഥൻ വന്ന് അവരെ പുറത്തേക്ക് വിടുമെന്ന് പറയുന്നു, പുറത്തേക്ക് വിടുന്നു. ഇതാണ് ഒത്താശയ്ക്ക് ഏറ്റവും വലിയ തെളിവ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.